കണ്ണൂർ പള്ളിക്കുന്നിൽ ജയിൽ പെട്രോൾ പമ്പിലെ ചോർച്ചയെ തുടർന്ന് കിണറുകൾ മലിനമായ സംഭവത്തിൽ ഇടപെടലുമായി കെ വി സുമേഷ് എം.എൽ.എ. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് എം.എൽ.എ. നാട്ടുകാർക്കൊപ്പം കളക്ടറെ കണ്ടു. ഉടൻ തന്നെ ജയിൽ IOC അധികൃതരുടെ യോഗം വിളിക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയതായി കെ വി സുമേഷ് എം.എൽ.എ. പറഞ്ഞു. പള്ളിക്കുന്നിൽ സെൻട്രൽ ജയിലിന്റെ പെട്രോൾ പമ്പിൽ നിന്നുള്ള ചോർച്ചയെ തുടർന്ന് കിണറുകളിലെ ജലം മലിനമായ സംഭവത്തിൽ അടിയന്തര പരിശോധന വേണമെന്നാണ് കെ വി സുമേഷ് എം.എൽ.എ. കളക്ടറെ കണ്ട് ആവശ്യപ്പെട്ടത്. ഇന്ധന ചോർച്ചയാണ് കിണറിലെ വെള്ളം മലിനമാകാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. ഒരു മാസത്തിലധികമായി ഈ പ്രതിസന്ധി തുടരുന്നുണ്ട്. ചോർച്ച അടച്ചു എന്നാണ് IOC നൽകിയ വിശദീകരണം. എന്നാൽ ഇപ്പോഴും പ്രശ്നം നിലനിൽക്കുകയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് കെ വി സുമേഷ് എം.എൽ.എ. ജയ് ജവാൻ റോഡിലെ റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രവർത്തകർക്കും കൗൺസിലർക്കും ഒപ്പം കളക്ടറെ കണ്ടത്. പ്രശ്നത്തിൽ ഇടപെടുമെന്ന് കളക്ടർ ഉറപ്പു നൽകിയതായി കെ വി സുമേഷ് എം.എൽ.എ. അറിയിച്ചു. IOCയെയും ജയിൽ അധികൃതരെ ഇക്കാര്യം അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കളക്ടറുമായിട്ടൊരു കളക്ടറെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹി ജയ് ജവാൻ റോഡ് റെസിഡൻസ് അസോസിയേഷനും കൗൺസിലറും MLA എന്ന നിലയിൽ ഞങ്ങളെല്ലാവരും കൂടി വന്ന് കളക്ടറുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തി. ഏതായാലും IOCയുടെ വാദം അവരിൽ നിലവിൽ ചോർച്ചയില്ല. അവർ നടത്തിയ പ്രഷർ പരിശോധനയുടെ ഭാഗമായി നിലവിൽ ചോർച്ചയില്ലെന്നാണ് അവർ പ്രാഥമികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കൂടുതൽ പെട്രോൾ സാന്നിധ്യം കിണറുകളിൽ കണ്ടെത്തിയ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യുന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പരിശോധനയിലും ഒക്കെ ഹൈലി പൊല്യൂട്ടഡ് ആണ്. 1% വേണ്ടത് 2000-ത്തിലേറെ% ഇതിൻ്റെ കണ്ടന്റ് ഉണ്ടെന്നാണ് പരിശോധനയുടെ ഭാഗമായിട്ട് കണ്ടത്. അപ്പോൾ വലിയ സീരിയസ് ആണ്. അവിടെയുള്ള താമസിക്കുന്നവർക്കെല്ലാം ഈ ശുദ്ധജലം ലഭ്യമാവുന്നതിൻ്റെ ഒരു പ്രശ്നം സീരിയസ് ആയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കളക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് കളക്ടറോട് അഭ്യർത്ഥിച്ചു. കളക്ടർ വളരെ സീരിയസ് ആയി ആ കാര്യത്തെ എടുത്തിട്ടുണ്ട്. ജയിലുകാരുടെയും ജയിലധികൃതരുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ IOC ബന്ധപ്പെട്ട അധികാരികളുടെയും ഭാഗത്തുനിന്ന് വിശദമായ കാര്യങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഈ ആഴ്ച അവസാനത്തോടു കൂടി തന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടും ജയിൽ IOC ആളുകളായിട്ടുള്ള ഒരു യോഗം വിളിച്ചു ചേർക്കാം എന്ന് കളക്ടർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഉന്നതതല യോഗം വിളിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നാണ് കളക്ടർ MLA-ക്ക് നൽകിയ ഉറപ്പ്. ഒരാഴ്ചക്കകം യോഗം ചേരാനാണ് തീരുമാനം. നിരവധി വീട്ടുകാരുടെ കുടിവെള്ളം മുട്ടുന്ന പ്രശ്നമാണിതെന്നും ഗൗരവത്തോടെ വിഷയത്തിൽ ഇടപെടണമെന്നും MLA കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.